നമ്മുടെ നാട്ടിലെ എയിംസിന്റെ റാങ്കിങ് എത്രയാണ്? സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ GCC കൺട്രീസിൽ നിന്ന് പോകുന്ന ഒരു കൺട്രിയും കൂടിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കൈറോയില് അഡ്മിഷൻ എടുത്ത പല കുട്ടികളും എന്ന് പറഞ്ഞാൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് വരെ ഉണ്ട്. ഡോക്ടർ അവിടെ PG ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റിലയൻസിന്റെ മുകേഷ് അംബാനിന്റെ പ്രൈവറ്റ് അഡ്വൈസറെ മകൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ. അപ്പോൾ ഇവരൊക്കെ ഇതിനെപ്പറ്റി നന്നായി അറിയാം. ഇവർക്ക് അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള റിലയൻസിന്റെ പക്ക 100% പ്യൂർ ആയിട്ടുള്ള വെജിറ്റബിൾ അവിടെ കിട്ടും. ഈജിപ്തിലൊരു യുദ്ധം നടക്കണില്ല. ഈജിപ്ത് ഇപ്പോൾ അപ്പുറത്ത് യുദ്ധം നടക്കണം, അതിന്റെ ചർച്ചകളാണ് ഈജിപ്ത് നടക്കുന്നത്. നമ്മൾ പോയി നോക്കിയെടുത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലല്ലോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊതുകും പൊടിയും അലർച്ചയൊക്കെയാണ് നമുക്കിപ്പോൾ അവിടെ ഇഷ്ടം എന്നുള്ള ആ രീതിയിൽ കുട്ടികളും പറയാം. നമ്മുടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കൺട്രിയാണ് ശരിക്കും ഈജിപ്ത് എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഒരുപാട് ആൾക്കാർ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കണതാണ് ഈജിപ്തിനെ കുറിച്ചിട്ട് എന്താണ്, ഈജിപ്തിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ GCC കൺട്രീസിൽ നിന്ന് പോകുന്ന ഒരു കൺട്രിയും കൂടിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈജിപ്തിലെ ഇപ്പോൾ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറോ യൂണിവേഴ്സിറ്റി, പിന്നെ നെഹദ, പിന്നെ നമുക്ക് നെഹദ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും പ്രൈവറ്റിൽ ബെസ്റ്റാണ് ഒരു ബജറ്റ് ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ ഐൻ ഷംസ്, അലക്സാണ്ട്രിയ, മൻസൂറൊക്കെ പോലത്തെ യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ കൈറോ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡിൽ 320 റാങ്കിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ നാട്ടിലെ എയിംസിൻ്റെ റാങ്കിങ് എത്ര? 1000 അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. അത് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ എന്തുകൊണ്ടും മികച്ചൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ പേഷ്യൻസിൻ്റെ ഫ്ലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 മുതൽ 5000 വരെ പേഷ്യൻസ് പെർ ഡേ വരുന്നുണ്ട്. ഇപ്പോൾ കൈറോയിൽ പോയ ആൾക്കാരാണ് നമുക്കറിയാം കൈറോൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ആ ഒരു ഓൾഡ് കൈറോ സിറ്റിയില്ലേ, ആ ഓൾഡ് കൈറോ സിറ്റിയിൽ ഫുള്ള് അത്യാവശ്യം കിലോമീറ്ററോളം അതിൻ്റെ പല ഫാക്കൾട്ടീസും പല ഡിപ്പാർട്ട്മെൻറ്റുകളും എന്തുണ്ട് പരന്ന് നടക്കുന്ന അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. കൈറോൻ്റെ വേറൊരു പേരാണ് കസറുല്ലൈനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈറോ യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും എൻക്വയറീസ് വരുന്നതിൻ്റെ കസറുല്ലൈനി പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ പോലെ ആ പ്ലേസിന്റെ പേരാണ്, ആ സ്ഥലത്തിന്റെ പേര് കസറുല്ലൈനി യൂണിവേഴ്സിറ്റി. അതെ, നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതിന് കാലിക്കറ്റ് സ്ഥലത്തിന്റെ പേര് വെച്ചാണ്ട്. അതെ, അപ്പോൾ അതിന് അവിടെ നാട്ടുകാർ പറയുന്നത് കസറുല്ലൈനി എന്നാണ് കൈറോ യൂണിവേഴ്സിറ്റിക്ക് പറയുന്നത്. ഈജിപ്തിൽ കൈറോ മാത്രമല്ല പിന്നെ വേറെ യൂണിവേഴ്സിറ്റികളുണ്ട്. എല്ലാം റാങ്കിങ്ങിൽ ഹൈ ആണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. അതാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവിടുത്തെ HOD മറ്റേ ഓർത്തോന്റെ ഡോക്ടർ ഉണ്ട്, അവർക്ക് അവിടെ കോൺഫറൻസ് ഉണ്ടാവില്ല കൈറോയിൽ. ഡോക്ടർ അവർ അവിടെ പറയുന്നു ഓർത്തോ. അതായത് നമ്മുടെ നാട്ടില് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആവശ്യത്തിനുണ്ട്. അതായത് മൂപ്പരെ കാണാൻ വേണ്ടി ഡോക്ടർ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഓർത്തോന്റെ. കാരണം മൂപ്പരെ കാണാൻ കേരളത്തിൽ നിന്നും ഇന്ത്യൻ്റെ പല ഭാഗത്തുനിന്നും പേഷ്യൻസ് വരുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് പോലും കോൺഫറൻസുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൈറോയിൽ പോകുന്നുണ്ട് ഓർത്തോൻ്റെ ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അത്രത്തോളം ഫേമസ് ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ഭയങ്കര ലെവലാണ്. അതന്നെ ഇപ്പം നമ്മളെ എയിംസിനെക്കാട്ടിലും റാങ്കിങ് ഉള്ള ഒരു കോളേജ് യൂണിവേഴ്സിറ്റി. അവിടെ എന്താ പറയുക, അവിടുത്തെ സ്റ്റുഡൻസും കാര്യങ്ങളെല്ലാം ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കുമ്പോൾ തന്നെ ബെസ്റ്റാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അഡ്മിഷന് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സീറ്റുകൾ കുറവാണ്. ഏകദേശം 40,000 to 50,000 ഗവൺമെൻറ് സീറ്റാണുള്ളത്. അതിൽ 23 ലക്ഷം ആൾക്കാർ കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ കൈറോയിൽ അഡ്മിഷൻ എടുത്ത പല കുട്ടികളും എന്ന് പറഞ്ഞാൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് വരെ ഉണ്ട്. അതായത് 400, 450, 500 മാർക്കുള്ള സൂപ്പർ റിപ്പീറ്റേഴ്സ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് ഇയർ പോയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 550, 580 സ്കോറുള്ള കുട്ടികളുണ്ട്. അപ്പോൾ പല ആളുകളും ഇവിടെ അഡ്മിഷൻ കിട്ടാണ്ട് വരുന്ന സമയത്ത് ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് ആവശ്യം. ഈ എല്ലാവരും MBBS അബ്രോഡിന് അങ്ങനെ കുറ്റം പറയുന്നുണ്ട് പല ആളുകളും. അത് അവർ മനസ്സിലാക്കണില്ല ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് പോണത്. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റണമെങ്കിൽ ബെസ്റ്റ് സ്ഥലത്ത് പോയിട്ട് നമ്മൾ വാങ്ങാം. നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് അവരെ നാട്ടിൽ പഠിക്കാനായിരുന്നു ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ആദ്യം ട്രൈ ചെയ്തു, എൻട്രൻസും കാര്യങ്ങളും ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ കിട്ടിയില്ല. പിന്നെ അവരെന്താ ചെയ്യുക, അവർക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യം നമ്മളെ കൊണ്ട് പറ്റൊരു കാര്യം നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ബെസ്റ്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക. അങ്ങനെ അവരുടെ ബഡ്ജറ്റ് ലെവൽ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഒരു യൂണിവേഴ്സിറ്റി നോക്കുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ഇന്ത്യ എന്നാണ് പോണത്. തിരിച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ത്യക്കാണ് തിരിച്ചു വരാനുള്ളത്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ റൂൾസ് നോക്കണം. അത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയണതാണ്. ഒന്നാമത്തെ റൂള് WDOMS ഉണ്ടായിരിക്കണം, അതായത് വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസിൽ ഉണ്ടായിരിക്കണം. അത് ചെക്ക് ചെയ്യേണ്ടത് WDOMS.org എന്നുള്ള വെബ്സൈറ്റിലാണ്. അതിലുണ്ടെങ്കിൽ WHO ലിസ്റ്റഡ് ആണ്. ഇംഗ്ലീഷ് മീഡിയം കരിക്കുലാണോ നോക്കണം. ഡ്യൂറേഷൻ 4.5 years.
പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് ടു പ്രാക്ടീസ്. അതായത് എവിടെ നിന്നാണോ പഠിക്കുന്നത് അവിടെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കിട്ടണം, അല്ലെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ്. അത് 2 ഓപ്ഷൻ NMCയിൽ പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് ടു പ്രാക്ടീസ്. അപ്പോൾ ചില ആൾക്കാരോട് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പറയല്ലേ, അല്ലേ, ബ്ലൈൻഡ് ആയിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എങ്ങനെ നമുക്കൊരു യൂണിവേഴ്സിറ്റി മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് അവിടുത്തെ ഇന്ത്യൻ എംബസിയോട് ചോദിക്കാം. ഒരു രാജ്യത്ത് നമ്മൾ ഇന്ത്യക്കാരാണല്ലോ പോണത്, നമുക്ക് ഇന്ത്യൻ എംബസിനോട് ചോദിക്കാം. അപ്പോൾ അതിന് ഓൾറെഡി ഇന്ത്യൻ എംബസി ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും വന്നതുകൊണ്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് അയച്ചപ്പോൾ എന്നോടൊരു പാരൻറ്റ് ചോദിച്ചത്, ഇതൊരു PDF-ലാണ് ഓപ്പൺ ആവണത്. അപ്പോൾ ചോദിക്കണത് ഇത് ആർക്കും ചെയ്തു, ഇതൊരു PDF ഡോക്യുമെൻ്റ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ഇതൊരു PDF ഡോക്യുമെൻ്റ് അല്ല. കാരണം ഇന്ത്യൻ എംബസിൻ്റെ .gov.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു PDF അപ്ലോഡ് ചെയ്യാൻ എന്തായാലും കഴിയില്ല. അത് എംബസിക്കേ കഴിയുള്ളൂ. ഇനി അവർക്ക് വീണ്ടും വെരിഫൈ ചെയ്യണമെങ്കിൽ എന്താ ഓപ്ഷൻ, അവർക്ക് ഇന്ത്യൻ എംബസിന് മെയിൽ അയക്കാം, ഈ ഡോക്യുമെൻ്റ് ലിങ്ക് വെച്ചിട്ട് ഇതിൽ ജെന്യൂൻ ആണോ, ഞങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് നോക്കുന്നത്, ഈജിപ്തിലാണ്, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് ആണോ എന്നുള്ളത് അവർക്ക് റീവെരിഫൈ ചെയ്യാം. ഓപ്ഷൻ ഉണ്ടല്ലോ. പാരൻസ് ആരും ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ NMCൻ്റെ റൂൾസും നോക്കിയിട്ടായിരിക്കണം ഒരു കുട്ടി എന്ത് ചെയ്യേണ്ടത്, ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈജിപ്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും റൂൾസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. അതിൽ പിന്നെ അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ എന്തുണ്ട്, റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്ത് വേണ്ട, നമുക്ക് ടെൻഷൻ വേണ്ട. പിന്നെ നമ്മൾ അഡീഷണലി പറയുന്ന കാര്യമാണ് എന്ത്, ECFMGയും WFMൻ്റെയും അക്രഡിറ്റേഷൻ. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ USA-ലോ UK-ലോ കാനഡയിലോ ഒക്കെ പോയിട്ട് വർക്ക് ചെയ്യണം. അധികം കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ഈ കൈറോന്റെ പ്രത്യേകതയാണ് UK, ഇപ്പോൾ നമ്മൾ പ്ലാബിന്റെ സെന്റർ, അതുപോലെ തന്നെ USMലേക്ക് അതിൻ്റെയൊക്കെ ഒരു സെന്ററാണ് ഈ കൈറോ യൂണിവേഴ്സിറ്റി. അത് നമ്മൾ എടുത്ത് പറയണം. കണ്ടല്ലോ കുട്ടികൾ, നമ്മളവിടെ പോയപ്പോൾ പ്രാവശ്യം നമ്മൾ കുട്ടികളെ കൊണ്ട് പോയപ്പോൾ നമ്മൾ എംബസിയിൽ നിന്ന് കണ്ട സ്റ്റുഡൻസിനെ, അതായത് അവർ നമ്മളെ നാട്ടുകാർ, അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്ന് ആൾക്കാരുണ്ട്, അവർ PG ചെയ്യാൻ വന്നതാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അവർ നമ്മൾക്ക് പറഞ്ഞാൽ നമുക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ അടുത്ത് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അവിടെ PG ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇപ്പോഴും നമ്മൾ ഓഫീസിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളവിടെ പഠിച്ച ആൾക്കാരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നേപ്പാളിലെയും അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസിലുള്ള ആൾക്കാർ, അവരെ കുറേ ആൾക്കാരവിടെ PG ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളവിടെ PG ചെയ്യുന്നുണ്ട്. ഈ PG ചെയ്യാൻ വരുന്നത് അവരുടെ ഉദ്ദേശം എന്താ, ഈജിപ്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അവരുടെ ഉദ്ദേശം UK-ലും USA-ലൊക്കെ പോവുക. അപ്പോൾ അതിനെന്താണ്, കൈറോ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്ന കുട്ടികൾക്ക് MRCP, ഇപ്പം അവിടെ സർജറിക്ക് പഠിക്കാൻ വന്ന കുട്ടികളുണ്ടായിരുന്നു, റേഡിയോളജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ OB ഗൈനക്കോളജി ആണെങ്കിൽ അത് കഴിഞ്ഞ ആൾക്കാർക്ക് അവിടെ MRCOG ഉണ്ട്. MRCOG എന്ന് പറഞ്ഞാൽ എന്താണ്, UK-ൻ്റെ എക്സാമാണ്, റെസിഡൻസ്. അതെ, അത് കിട്ടിക്കഴിഞ്ഞാൽ PGൻ്റെ വാല്യൂ ആയി UK-ൽ. ജസ്റ്റ് OET കൂടി എഴുതിയാൽ അവർക്ക് ഡയറക്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് വർക്ക് ചെയ്യാം. അതേപോലെ സർജറി ഉള്ള ആൾക്കാർക്ക് FRCR. അപ്പോൾ ഞാൻ പറഞ്ഞത് UK അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഒരു ഓപ്ഷൻ PG എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് കൈറോ എന്നുള്ളതാണ്. പിന്നെ പല ആൾക്കാരും ഇതിൽ വരുന്ന ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്, ഈജിപ്തിൽ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന ബജറ്റിൻ്റെ ഒരു കാര്യം എല്ലാവരും പറയലുണ്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഒരു കൺസേൺ എന്താണ്, ബജറ്റ്. ഉറപ്പാണ്, എല്ലാ പാരൻസും നമ്മുടെ കുട്ടീനെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്തായാലും ബഡ്ജറ്റ് ആയിരിക്കും അവരെ ഫസ്റ്റ് കൺസേൺ. അത് തന്നെ കാരണം ടോട്ടൽ പാക്കേജ് നോക്കുക, അതുപോലെ തന്നെ മന്ത്ലി എത്ര വരും, നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ, മറ്റു കാര്യങ്ങൾക്കൊക്കെ അല്ലേ എത്ര വരും എന്നുള്ളത് മെയിൻ കൺസേൺ ആണ്. ഇപ്പോൾ നമ്മൾ 5 കൊല്ലം ഈ പഠനം അക്കാദമിക്, പിന്നെ അതുപോലെ ഇന്റേൺഷിപ്പ് ഒരു 1 ഇയറും ഇതെല്ലാം കഴിയുമ്പോൾ എത്ര ബഡ്ജറ്റ് വരും എന്നുള്ളത് ഒരു പാരന്റ് എല്ലാവർക്കും ഉണ്ടാവും, അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയായിരിക്കും സാർ? അവിടെ ഒരു അറേബ്യൻ കൺട്രി ആണല്ലോ, അപ്പോൾ അവിടെ ബജറ്റും ഫുഡും ഇതൊക്കെ നമുക്ക് വരുന്ന കൺസേൺ ആണ് പറഞ്ഞ പോലെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഈ ഈജിപ്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി ഉണ്ടെങ്കിൽ അത് ജോർജിയാണ്. ബജറ്റിൻ്റെ ലെവലിൽ നമുക്ക് ജോർജിയനെ കമ്പയർ ചെയ്യാം. കാരണം എന്താണ്, ആദ്യം നമുക്ക് ജോർജിയൻ്റെ കാര്യം. ജോർജിയയിൽ MBBS പഠിക്കണമെങ്കിൽ ഒരു യൂഷ്വൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ $6,500 മിനിമം ഫീസ് വരുന്നത്. അത് അതൊരു സൈഡിൽ വെക്കാം നമുക്ക്. അവിടെ ജോർജിയൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ എക്സ്പെൻസാണ്. അതായത് ലിവിങ് എക്സ്പെൻസും ഫുഡും അക്കോമഡേഷനും. ഞാൻ ജോർജിയയിൽ പോയി 16 യൂണിവേഴ്സിറ്റികളെ ഷൂട്ട് ചെയ്തു. നമ്മൾ ഇതിൽ ഓൾറെഡി വീഡിയോസ് ഉണ്ട്, നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ജോർജിയയിൽ നമുക്ക് വന്ന ഏറ്റവും തോന്നിയിട്ടുള്ളതും, കുട്ടികൾ അവെയർ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയാത്തൊരു ഏരിയ ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസ് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ജോർജിയൻ്റെ കാര്യം എന്താ വെച്ചാൽ, ജോർജിയ അതിൽ എന്താ പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ജോർജിയയിൽ നമുക്കൊരു ലാറി എന്ന് പറഞ്ഞാൽ 31 ഉറുപ്പ്യാണ്. മാത്രമല്ല
അപ്പോൾ അവിടുത്തെ എക്സ്പെൻസ് ഏകദേശം മനസ്സിലായി. നമ്മൾ ദിറംസും റിയാലൊക്കെ $1 എന്ന് പറഞ്ഞാൽ ഒരു റിയാൽ ഒരു ദിറംസ് ആണ് ഇവിടെ 20-23 റുപ്യ 22 റുപ്യ റേഞ്ചാണ്. പക്ഷെ ഒരു ലാറി എന്ന് പറഞ്ഞാൽ 31 റുപ്യാണ് ഇന്ത്യയിൽ. ഒന്നാമത്തെ കാര്യം. ഇനി ജോർജിയയിൽ നമ്മളൊരു അക്കോമഡേഷൻ എടുത്ത് ഫുഡും കാര്യങ്ങളായിട്ട് അവിടെ ജീവിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ആവറേജ് മിനിമം $350 വരും. ഇതിപ്പോൾ ജോർജിയയിൽ പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടാവുമല്ലോ, അത്ര വരാത്ത ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം. $300 to $350 അതിൻ്റെ മേലേക്കല്ലാണ്ട് താഴത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോർജിയയിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, $350 ഇൻറ്റു 10 മാസം നോക്കുമ്പോൾ തന്നെ $3500 ആയി. പ്ലസ് $6500 ഫീസ് കൂടി വരുമ്പോൾ ഒരു വർഷത്തിലായി $10,000. ശരിക്കും നോട്ട് ചെയ്തോളൂ, ഒരു മാസം $10,000 ജോർജിയയിലെ ആവറേജ് എക്സ്പെൻസ്. ഇതിന് മേലേക്ക് പോകുന്നല്ലാണ്ട് താഴത്തേക്ക് എന്തായാലും വരില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് 6 വർഷത്ത് കൂട്ടുമ്പോൾ $60,000 ആയി. മനസ്സിലായില്ലേ? അതിന് പുറമെ പിന്നെ വിസ റിന്യൂവൽ, ഫ്ലൈറ്റ് ടിക്കറ്റ്, അമ്മ അവിടെ പോയി വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ, പിന്നെ മിസലേനിയസ് എക്സ്പെൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 55-60 ലക്ഷം റുപ്യ ജോർജിയ എന്തായാലും വരുമല്ലോ. ഇത് ജോർജിയൻ്റെ കാര്യം. ഇനി നമ്മൾ നേരെ ഈജിപ്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വരുന്നത് $8,000. $8,000. അവിടെ നമുക്ക് ആവറേജ് മന്ത്ലി എക്സ്പെൻസ് $100 to $150 വരുള്ളൂ. നീ മാക്സിമം കൂട്ടിയ $200 കൂട്ടിക്കോ. 200 അവിടെ ലക്ഷറി ലക്ഷറിയാണ് അവിടെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു $1,500 വെച്ച് ഇയർലി 10 മാസത്തിന് കൂട്ടുകയാണെങ്കിൽ നമുക്ക് $9,500 എവിടെ വരുന്നുള്ളൂ, ഈജിപ്തിൽ വരുന്നുള്ളൂ. മനസ്സിലായോ? ഇനി മിസലേനിയസ് എക്സ്പെൻസ് ഒക്കെ കൂട്ടിയിട്ട് 10,000 തന്നെ കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പറയാം ജോർജിയയും ഈജിപ്തും ബജറ്റ് ലെവൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താ അടുത്ത് നോക്കേണ്ടത്, ജോർജിയയിൽ പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റും ജോർജിയയിലെ മെഡിക്കൽ കോളേജുകളും ഈജിപ്തിലെ മെഡിക്കൽ കോളേജുകളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രൈമറി നോക്കേണ്ട NMCൻ്റെ റൂളാണ്. NMCൻ്റെ റൂൾ നമുക്ക് ഇന്ത്യൻ എംബസി ഇവിടെയും പറയുന്നുണ്ട്. ഇന്ത്യൻ എംബസി യെരവാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജോർജിയൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്, ജോർജിയയിൽ ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ 3 year അഡീഷണൽ ചെയ്തിട്ടേ കിട്ടുള്ളൂ. പക്ഷേ രജിസ്ട്രേഷൻ 6 year കഴിഞ്ഞാൽ കിട്ടും. NMCൻ്റെ റൂൾ പ്രകാരം ഏതർ രജിസ്ട്രേഷൻ ഓർ ലൈസൻസ് മതി. അങ്ങനെ വരുമ്പോൾ 6 year രജിസ്ട്രേഷൻ ഈസ് ഓക്കെ. അതായത് അതുണ്ടെങ്കിൽ ജോർജിയയിൽ എന്ത് ചെയ്യാം, ജോർജിയൻ്റെ ഡിഗ്രി ഇവിടെ വാലിഡ് ആണ്. പക്ഷേ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, 3 year അഡീഷണൽ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ഈജിപ്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ന് മതി, 5+1 year കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 year അഡീഷണൽ ഇന്റേൺഷിപ്പ്, 7 years ആണ് വരുന്നത് ടോട്ടൽ. ഈ 7 year കഴിഞ്ഞാൽ എന്തായി, അവിടെ നമുക്ക് ലൈസൻസ് എക്സാം എഴുതിയിട്ട് ലൈസൻസ് കിട്ടി ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായിട്ട് മാറാം. ഇതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ വേറെ പറഞ്ഞു. അപ്പോൾ ഞാൻ ബജറ്റ് കംപ്ലീറ്റ് ആയോ ഇല്ലല്ലോ. ബജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ജോർജിയ ഇത് ഏകദേശം ഈക്വലാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ലൈസൻസിൻ്റെ കാര്യം. അത് നമുക്ക് 7 വർഷം ആകുമ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാം, ഈജിപ്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി ജോർജിയയിലാണെങ്കിൽ 9 വർഷം നമ്മളെ ഇൻഡിപെൻഡൻറ്റ് ഡോക്ടർ ആവുള്ളൂ. അത് വെച്ചിട്ട് NMCൻ്റെ ഇത് പ്രകാരം വാലിഡ് അല്ല എന്നല്ല എൻ്റെ പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്താണ്? 7 years 6 year കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ കിട്ടും, NMCൻ്റെ റൂൾ പ്രകാരം വാലിഡ് ആണ്. അതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായിട്ട് സ്വന്തമായി ലൈസൻസ് നമ്പർ വെച്ച് മരുന്ന് ചെയ്യണമെങ്കിൽ അഡീഷണൽ 3 year എന്ത് ചെയ്യണം, വേറെ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ഈജിപ്തിൻ്റെ കാര്യം നോക്കുമ്പോഴോ 7 year കഴിഞ്ഞാൽ തന്നെ ലൈസൻസ് നമ്പർ കിട്ടും. ഇത് ഞാനല്ല പറയുന്നത്, ഇന്ത്യൻ എംബസിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ജോർജിയയിൽ ആ കോസ്റ്റ് കൊടുത്ത് പഠിക്കുമ്പോൾ ഉള്ളതും ഈജിപ്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈജിപ്തിൻ്റെ മറ്റ് പ്രത്യേകത എന്താ, റാങ്കിങ്ങാണ്. ഈജിപ്തിലെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ 320ഉം 240ഉം ഒക്കെ റാങ്കിങ്ങുള്ള വേൾഡ് റാങ്കിങ്ങുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ, പബ്ലിക് യൂണിവേഴ്സിറ്റികൾ, ഹൈ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ പേഷ്യൻ ഫ്ലോ ഉള്ള യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഈ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എവിടെ പോണത്, ജോർജിയ, യൂറോപ്പ്, മറ്റ് കൺട്രീസ്, ഈജിപ്തിലേക്കൊക്കെ പോണത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും പൈസ മുടക്കി പോണ പാരൻസ് ചിന്തിക്കേണ്ട കാര്യം, ഈ കൊടുക്കുന്ന പൈസക്ക് എവിടെ നിന്ന് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ശരിക്കും ആലോചിക്കണം. നമ്മളൊരു പൈസ കൊടുത്തിട്ടൊരു മുതൽ വാങ്ങുമ്പോൾ അതിനെന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ നോക്കുമല്ലോ. നമ്മൾ ചെറിയൊരു സാധനം വാങ്ങുമ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടി നോക്കുമ്പോൾ എന്തായാലും നമ്മൾ ബെസ്റ്റ് ചോയ്സ്. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ഒരു ഷർട്ട് വാങ്ങുമ്പോൾ പോലും വളരെ കെയർ ചെയ്ത് അതിൻ്റെ കളറും അതിൻ്റെ ബ്രാൻഡും നോക്കി വാങ്ങണം. നമുക്ക് മക്കളെ എഡ്യൂക്കേഷൻ്റെ കാര്യം എത്തുമ്പോൾ എന്തായാലും നമ്മൾ നോക്കണം, ഇത്രയും പൈസ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് വേർത്ത് ആണോ എന്നുള്ളത് ചിന്തിക്കാൻ ആർക്ക് പറ്റണം, പാരൻസിന് പറ്റണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈജിപ്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ടു ജോർജിയ ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ലെസ് ദാൻ ജോർജിയ വരുള്ളൂ. ഞാൻ അങ്ങനെ
ആക്കിയിട്ട് പറയില്ല, ഞാനൊരു കമ്പാരിസണിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കൺട്രി നമ്മൾ ഈജിപ്തിനോട്. ജോർജിയ അഡ്മിഷൻ അതെ, നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ടും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ എക്സ്പെൻസിന്റെ കാര്യത്തിൽ എനിക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഈ കാര്യങ്ങൾ പറയണം. ജോർജിയയും ഈജിപ്തും ഉള്ളൂ. ഈജിപ്തില്ല. നമുക്ക് ഉസ്ബെക്കിസ്ഥാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ ഈജിപ്തിനെ പറ്റില്ല. കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അതിന്റെ ഉസ്ബെക്കിസ്ഥാന്റെ പകുതിയായില്ലേ? ബജറ്റ് പകുതിയാണ്, പകുതി എക്സ്പെൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് കൺട്രീസാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ റാങ്കിങ് വൈസ് നോക്കുമ്പോൾ NMCൻ്റെ റൂൾസ് നോക്കുമ്പോൾ അതായത് ലൈസൻസ്ഡ് പ്രാക്ടീസ് കിട്ടുന്ന ടൈമിംഗ് നോക്കുമ്പോൾ ഒക്കെ ബെസ്റ്റ് വരുന്നത് ഈജിപ്താണ്. അതുപോലെ പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ ഫസ്റ്റ് ഇയർ മുതൽ അനാട്ടമി ഉണ്ട്, കഡാവർ ഉണ്ട്, പ്രാക്ടിക്കൽ എക്സ്പോഷർ. നമുക്ക് 0% കംപ്ലൈൻറ്റ് ആണ് ലിറ്ററലി പറയുകയാണെങ്കിൽ. അക്കാഡമിക് ലെവലിൽ 0% അതിനപ്പുറത്തേക്ക് ഇനി പെർസെൻറ്റേജിലൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് മൈനസ് പറയാൻ പറ്റില്ല. കുട്ടികൾ വർക്ക് ചെയ്താൽ അല്ലേ അവർക്ക് നല്ലൊരു അപ്പം എന്താ വെച്ചാൽ അത്രയും എക്സ്പോഷർ കിട്ടണേ. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം പോയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും നമുക്കത് ഇതിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഈവൻ റിലയൻസിൻ്റെ മുകേഷ് അംബാനിൻ്റെ പ്രൈവറ്റ് അഡ്വൈസറെ മകൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ. അപ്പോൾ ഇവരൊക്കെ ഇതിനെപ്പറ്റി നന്നായി അറിയാം, ഇവർക്ക് അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ള റിലയൻസിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും കുറച്ച് വിവരമുള്ള ആൾക്കാരെ സംബന്ധിച്ചോ അവർ റിസർച്ച് ചെയ്തിട്ട് അവർ റാങ്കിങ് നോക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് എന്ത്, കൈറോ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൽ പഠിച്ചാൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് റാങ്കിങ് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ട്. പിന്നെ GCC കൺട്രീസിൽ നിന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ നോക്കുന്നത്, തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിനും എന്താണ് ഓപ്ഷന് ഉണ്ട്. കാരണം എന്താണ്, ഇവിടുത്തെ ഈ 2 വർഷം ഡാറ്റ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് GCC കൺട്രീസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് GCCക്കാർക്ക് ഒരു കാര്യമാണ് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ എവിടെ വരുന്നതോ മാർക്കാണ്. നമ്മളിപ്പോൾ ഏത് നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ കൈറോയിൽ അഡ്മിഷൻ അതുപോലെ റാങ്കിങ് കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ക്രൈറ്റീരിയ എന്തായാലും മാർക്കിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാധനത്തിൽ ഒരിക്കലും ഡയറക്റ്റ് എൻട്രി കിട്ടൂല. അതാണ് ഈജിപ്തിലൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ മകൾക്ക് അല്ലെങ്കിൽ മകന് മാർക്ക് ഉണ്ടായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ മിനിമം 75% ഇൻഡിവിജ്വലി സ്കോറും ഇംഗ്ലീഷിലും അതേപോലെ ഉണ്ടാവണം. മാത്തമാറ്റിക്സിലും ഫെയിൽ ആവാത്ത അല്ലെങ്കിൽ നല്ലൊരു സ്കോർ ഉണ്ടെങ്കിലാണ് മാത്രമേ നമുക്ക് കൈറോയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത്രയും ക്രെഡിബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ്. മാത്രമല്ല നിങ്ങൾ ഈ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് കൈറോൻ്റെ സാധാരണ. ഇപ്പോൾ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഉസ്ബെക്ക് ചെയ്യുന്നുണ്ട്, ജോർജിയ ചെയ്യുന്നുണ്ട്, ബൾഗേറിയ ചെയ്യുന്നുണ്ട്, പിന്നെ ഫിലിപ്പൈൻസ് നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ രജിസ്ട്രേഷൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഫിലിപ്പൈൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 2-3 മാസം കൊണ്ട് ഫിലിപ്പൈൻസ് വരും എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന വിവരം, എംബസിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്. കാരണം അവിടെ ഓൾറെഡി ഫിലിപ്പൈൻ ഗവൺമെൻറ് രജിസ്ട്രേഷൻ കൊടുക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അവർ മെഡിക്കൽ ആക്ട് 2021 എന്ന് പറഞ്ഞാൽ പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്ന കൺട്രികളാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന കൺട്രീസാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ. പക്ഷേ കൈറോൻ്റെ കാര്യത്തിൽ എന്തല്ല, യൂണിവേഴ്സിറ്റി ആയിട്ട് ഡീലിംഗ് ഇല്ല. മിനിസ്ട്രിയിൽ നമ്മൾ സബ്മിഷൻ ചെയ്ത് അവർ അലോട്ട്മെൻറ്റ്, നമ്മൾ ഇന്ത്യയിൽ നീറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ അലോട്ട്മെൻറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഐനിഷംസോ അലക്സാൻഡ്രിയ എവിടെ വെച്ചാൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എന്ത് അവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് ഈവൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും മിനിസ്ട്രി ലെവലിൽ ത്രൂവേ പോവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, അങ്ങനെ ഒരു നമ്മുടെ മാർക്കും കാര്യങ്ങളും വെരിഫൈ ചെയ്തിട്ട് മാത്രമാണ് അവിടെ അഡ്മിഷൻ കൊടുക്കണം. അപ്പോൾ അത്രയും ഫിൽട്രേഷൻ ഉണ്ട്. ബാക്കിയൊരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നമുക്കവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അണ്ടറിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ കൈറോയിലെ അല്ലെങ്കിൽ ഈജിപ്തിലെ ബാക്കി യൂണിവേഴ്സിറ്റികളുടെ ഒന്നും അവസ്ഥ എന്തല്ല ഈ പറഞ്ഞ രീതിയിലല്ല വരുന്നത്. ഇനി 50-55 ലക്ഷം റുപ്യ കൈറോയിൽ പഠിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കണ്ട. കാരണം എന്താ, 100% സ്കോളർഷിപ്പ് ആര് കൊടുക്കുന്നുണ്ട്, കൈറോ യൂണിവേഴ്സിറ്റി അവിടുത്തെ മിനിസ്ട്രി കൊടുക്കുന്നുണ്ട്. ഏകദേശം 20ഓളം ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യും സ്കോളർഷിപ്പ് കൊടുക്കും. അപ്പോൾ അത് കിട്ടാൻ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമ്മളെ കണക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബജറ്റും ഈ അഡ്മിഷൻ പ്രൊസീജിയറും ഒക്കെ കേട്ടിട്ടും അത് കേട്ടിട്ട് ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല പേരൻസ് ചെയ്യേണ്ട. കാരണം അത് നമ്മൾ എല്ലാ വർഷവും ഏകദേശം 75-100 കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ത്രൂ കൈറോക്കും അവിടുത്തെ ബാക്കി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും നമുക്ക് പോകുന്നുണ്ട്. കാരണം ഈജിപ്ത് ആ ഒരു നമ്പറേ പോകും. കാരണം അത്ര ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു 500 കുട്ടികളുണ്ടെങ്കിലൊന്നും കൈറോയിൽ എന്ത് ചെയ്യില്ല, അഡ്മിഷൻ കിട്ടില്ല. നമുക്ക് നാളെ ഒരുപാട് ഡോക്യുമെൻറ്റ്സുകൾ വന്നു, അഡ്മിഷൻ കിട്ടില്ല. നമുക്കത് വെരിഫൈ ചെയ്തിട്ട് അത് മാർക്കുള്ള കുട്ടിയൊക്കെ തന്നെ അവിടെ കിട്ടുള്ളൂ. നിങ്ങളുടെ പൈസ ഇനി 1 കോടി തരാമെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യില്ല, നടക്കൂല. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ അത് പക്ഷേ നമുക്കെന്താ ചെയ്യാം, നമ്മളൊരു കുട്ടീനോട് 100% ഓക്കെ പറഞ്ഞാൽ അത് കിട്ടിയിരിക്കും. അതാണ് നമുക്ക് അതിൽ പറയാൻ പറ്റുന്ന ഗ്യാരണ്ടി കൈറോൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ.
സ്കോളർഷിപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ വരുന്നൊരു ഡൗട്ട് പറഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് ലിവിങ് എക്സ്പെൻസും പിന്നെ അക്കോമഡേഷനും നമ്മൾ അനീഷ നേരത്തെ എൻ്റെ അടുത്ത് സംസാരിച്ചാണ്. അപ്പം ആ കുറച്ച് കുട്ടികളെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു $100-$150 ഇന്ത്യ INR പറയുകയാണെങ്കിൽ 10 to 15. അതെ, 15,000 മന്ത്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അതിൽ അധികം കുട്ടികൾ കുക്കിംഗ് ആണ്. അതെ, സെൽഫ് കുക്കിംഗ് ആണ്. സെൽഫ് കുക്കിംഗ് ആണ്. മാർക്കറ്റിൽ അതിന്റെ നമ്മളെ പോലത്തെ സാധനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, നമ്മൾ കേരളത്തിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇന്ത്യയിൽ കിട്ടണ പോലെ ഒന്നും പറയില്ല. നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിളും അവിടുത്തെ എങ്ങനത്തെ അടിപൊളി സാധനമാണ്. പറയണം. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്താണ്, അവിടുത്തെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലൊക്കെ എന്താണ് ഹൈ ക്വാളിറ്റി ഫ്രൂട്ട്സ് അല്ലേ. അതന്നെ മറ്റേ GCC കൺട്രീസൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഫ്രൂട്ട്സ് അതായത് അവിടുത്തെ മാങ്ങന്റെ പ്രത്യേകത. അതെ, അവിടുത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ നമ്മൾ കഴിക്കണ പോലത്തെ ഇവിടുത്തെ ചുക്കിച്ചുളിഞ്ഞ തക്കാളി സാധനം ഒന്നല്ല. നിങ്ങൾ അവിടുത്തെ കുട്ടികളടുത്ത് ചോദിച്ചു നോക്കിയാൽ മതി. അവിടുത്തെ ഫ്രൂട്ട്സോ ഓരോ അടിപൊളി അത്രയും ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മൾ എവിടുന്നും കഴിച്ചില്ല, എവിടെ നിന്നും കഴിച്ചില്ല. ലിറ്ററലി ഞാൻ 10-35 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈജിപ്തിൽ നിന്ന് മാങ്ങ വരെ നമുക്ക് തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ പിന്നെ വേറെ രസമുണ്ട്. ഞാൻ അവിടെ പോയി വരുമ്പോൾ നമ്മളെ ലഗേജ് ഒരു 46 കിലോ അങ്ങനെ ഓരോരുത്തർക്ക് ലഗേജ് ഉണ്ട്. ഞാനും റസീൻ ഡോക്ടറും പിന്നെ ഇർഷാദും ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുവന്ന എന്തൊക്കെ അറിയോ, ഉറുമാമ്പഴം, മാങ്ങ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. അത്രയും ക്വാളിറ്റി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാങ്ങൻ്റെ സീസൺ അല്ലായിട്ട് പോലും അടിപൊളി മാങ്ങ. നമ്മൾ കാർബണേറ്റഡ് മാംഗോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില മാങ്ങക്ക് ഭയങ്കര തരിപ്പ്, അതായത് അത്രയും അടിപൊളി. അവിടുത്തെ ജ്യൂസൊക്കെ പ്യുവർ ജ്യൂസ്. അപ്പം ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഒരു അറേബ്യൻ കൺട്രി അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ പോയിട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളത്. ടു ബി ഫ്രാങ്ക്, വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കഴിക്കണം ഇവിടുത്തെ വെജിറ്റബിൾസിനെ കാട്ടിലും പക്ക 100% പ്യുവർ ആയിട്ടുള്ള വെജിറ്റബിൾ അവിടെ കിട്ടും. അങ്ങനത്തെ ഒരു പേടിയാണ് വേണം. പിന്നെ ഓൾറെഡി സ്റ്റുഡൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പക്ക പ്യുവർ 100% വെജിറ്റേറിയൻസ് ആയിട്ടുള്ള നമ്മൾ അവിടുന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ പരിചയപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ 100% വെജിറ്റേറിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, നിങ്ങൾ ഫുഡിന്റെ കാര്യം അക്കോമഡേഷന്റെ കാര്യം നിങ്ങൾ കൺസേൺ ആവണ്ട. ഇനി അക്കോമഡേഷന്റെ കാര്യം പറയുമ്പോഴും അതന്നെ അപ്പാർട്ട്മെന്റ്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഈജിപ്ത് പറഞ്ഞാൽ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് പഴക്കൽ ബിൽഡിങ്ങാണ്. പക്ഷേ പറഞ്ഞാൽ അവർ അതിന് മെയിൻ്റെനൻസ് കൊടുക്കൂല. പുറം ഭാഗത്ത് ഉള്ളു കയറിയാൽ മനസ്സിലാവും ഒരു പാലസ്, അതൊരു ക്ലാസിക് ലെവലാണ്. അതായത് നമ്മളെ വീഡിയോസിൽ തന്നെ മനസ്സിലാവും പുറത്തത്തെ ബിൽഡിംഗ് ആണോ അയ്യോ ഇതാണോ ആലോചിക്കും. പക്ഷെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അത്രയും മരുഭൂമിയിലാണ് പൊടി പാറും. അതുകൊണ്ട് പോലെ ആ കാര്യത്തിൽ മരുഭൂമി അറിയുമ്പോൾ അവസാനം ഒട്ടകം എന്നൊക്കെ ആലോചിക്കും വരെ. അല്ല അത് പറയാം, ഈജിപ്ത് മരുഭൂമി ഉണ്ട്. പക്ഷെ കൈറോ സിറ്റിയിലൊന്നും എന്തെല്ലാം മരുഭൂമി അല്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ പിരമിഡും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഏരിയയിലാണ്. അല്ല, ഇത് നമ്മളടുത്ത് ഒരു ആൾ ചോദിച്ചതാണ്, ജോർജിയൻ്റെ ഒരു വിഷയത്തിൽ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ പാരന്റ് ഈജിപ്ത് എനിക്ക് താല്പര്യം, പക്ഷെ അവിടെ ഈ മരുഭൂമി പോലത്തെ സ്ഥലമല്ലേ എന്നുള്ള ഒരു ചോദിച്ചാൽ പണ്ടൊരു പാരന്റ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ. ഇപ്പോൾ നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. കൈറോ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പാണ്. ഇപ്പം നൈദ ആണെങ്കിൽ നൈദയിലുള്ള ബെനു സൈഫ് നമ്മൾ പോയത് അടിപൊളി പീസ്ഫുൾ. അതായത് ഇനിയിപ്പോൾ ഏറ്റവും 30-35 ലക്ഷമുള്ള ഒരാൾക്ക് ഈജിപ്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു കൺസേൺ ഉണ്ടെങ്കിൽ നെഹ്ദ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഓപ്ഷൻ. നമ്മളെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ്. കടാവേഴ്സും കാര്യങ്ങളും പ്രാക്ടിക്കലും എല്ലാം അവൈലബിൾ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ. ഓൾറെഡി നമ്മളെ തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. കൈറോന്ന് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ബജറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് അവിടെ പഠിക്കാം. അതായത് നെഹ്ദൻ്റെ ഫീസ് ആക്ച്വലി $7,000 അത് സ്കോളർഷിപ്പ് അവർ എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ടാണ് $5,000 അവിടെ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒക്കെ നോക്കുമ്പോൾ ഉള്ളൊരു ബെസ്റ്റ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ബദിയ എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ $7,000 ഫീസ് വരുന്നുണ്ട്. 10,000 ആണ് ആക്ച്വൽ ഫീസ്. സ്കോളർഷിപ്പ് വഴി $7,000. അവരോട് പറയുന്നത് എന്താ വെച്ചാൽ ഇൻറ്റേൺഷിപ്പ് ടെക്സാസ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാന്നുള്ളതാണ് ഈ ബദിയ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായി? അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ മിനിസ്ട്രി നമ്മൾ സംസാരിച്ചപ്പോൾ റീസെൻ്റ്ലി അവർ പറഞ്ഞൊരു കാര്യമാണ് ആ പുതിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ളത്. ഇത് പണ്ട് ഫിലിപ്പീൻസിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ, ഇന്റേൺഷിപ്പ് ചെയ്യാൻ US പോകാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇപ്പം നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഉള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ഈജിപ്തിലുള്ളത്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈജിപ്ത് എടുക്കുന്ന ആൾക്കാർക്കുള്ള അധികം ആൾക്കാർ കൺസേൺ 7 ഇയർ ഡ്യൂറേഷൻ എന്നുള്ളതാണ്. മനസ്സിലായോ? 7 ഇയർ ഡ്യൂറേഷൻ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കണത്. ഡോക്ടറെ 5+1 കഴിഞ്ഞാൽ എല്ലായിടത്തും കഴിയും, ഇവിടെ 1 ഇയർ അഡീഷണൽ ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം എല്ലാവരും സംഗതി എല്ലാവരും മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ 5+1 കഴിഞ്ഞാൽ ഗ്രാജുവേറ്റായി TOR കിട്ടി, എല്ലാം കിട്ടി, നിങ്ങൾ ഡോക്ടറായി
ആയി കഴിഞ്ഞു. പക്ഷേ എന്താണ് NMCൻ്റെ റൂള്, അതായത് 2021 മുമ്പ് ആരെങ്കിലും ഈജിപ്തിലെ കൈറോയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 വർഷം പഠിച്ചാൽ മതി. പറയുന്ന പോയിന്റ് മനസ്സിലാവണോ? പുതിയ റൂൾ അതെ, പ്രകാരം NMCൻ്റെ റൂള് 2021 വരുന്നത്. ഈ 2021 റൂള് വരുന്നതിന് മുമ്പ് ആരെങ്കിലും കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ 6 വർഷം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രശ്നം 2021 NMCൻ്റെ റൂള് വന്നപ്പോൾ ഈ രജിസ്ട്രേഷനോ ലൈസൻസോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈജിപ്തിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 1 ഇയർ അഡീഷണലി ഇന്റേൺഷിപ്പ് ചെയ്യണം. ഈ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നുകൊണ്ടാണ് എന്ത് 7 ഇയർ ആയത്. പക്ഷേ ഈ 2 വർഷം അവർക്ക് ഡാറ്റ ഫ്ലോ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. GCC കൺട്രീസിൽ എന്തായാലും വർക്ക് ചെയ്യണമെങ്കിൽ PQR അപ്ഡേറ്റ്, പുതിയ അപ്ഡേറ്റ് പ്രകാരം 3 വർഷം വേണം. ഇപ്പൊ നിങ്ങൾ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അത്രയും പേഷ്യന്റ് ഫ്ലോ ഉള്ള ഒരു കൺട്രിയാണ്. അങ്ങനത്തെ ഹോസ്പിറ്റൽസും യൂണിവേഴ്സിറ്റീസ് ആണ് അത്. ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് പഠിക്കാന്ന് വെച്ചോ, അവർക്ക് ഇന്ത്യയിൽ വരണമെങ്കിൽ 6 ഇയർ ഇത് ഓക്കെ. അവർ പുറത്ത് പോയി UAE പോണേ വീണ്ടും നാട്ടിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണ്ടേ? അതെ. പിന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ MBBS കഴിഞ്ഞിട്ട് 1 വർഷം എവിടെയെങ്കിലും ഇന്റേൺഷിപ്പിനോ, 1 വർഷം എവിടെയെങ്കിലും ക്ലർക്ഷിപ്പോ, 1 വർഷം എവിടെയെങ്കിലും ഒബ്സർവർഷിപ്പോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വേസ്റ്റ് അല്ല. നിങ്ങളെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും. മാത്രമല്ല, നിങ്ങൾക്ക് അത് ഡാറ്റ ഫ്ലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസുകളാണെങ്കിൽ അത് ബെനിഫിറ്റാണ്. നമ്മൾ വേറെ രാജ്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ എന്തുകൊണ്ട് ബെനിഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒക്കെ പാരൻസ് ചോദിക്കുന്നതാണ്, ഈജിപ്തിൽ യുദ്ധം ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതേപോലെ അവിടെ വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും യുദ്ധത്തിൻ്റെ ഒക്കെ വരുന്നത്? അത് എല്ലാവരും ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടന്നു. ആദ്യം എന്താ ചെയ്തത്? അമേരിക്കൻ്റെ ആൾക്കാരെ മുഴുവൻ തിരിച്ചു വരാൻ പറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റഷ്യയും ഉക്രൈനും നടന്നു. അമേരിക്കൻ്റെ എംബസിയൊക്കെ കെട്ടിപ്പൂട്ടി ആൾക്കാരെ തിരിച്ചുകൊണ്ടുപോയി. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്നു. പാകിസ്ഥാനിലുള്ള ആൾക്കാരൊക്കെ അമേരിക്ക കൊണ്ടുപോയി. ഞാൻ പറയണത് എന്താ അറിയോ, ഈജിപ്തിൽ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഒരു പ്രശ്നമില്ല. കുറേ കൺസൾട്ടൻസിക്കാർ പറയുന്നുണ്ട് ഈജിപ്തിൽ എവിടെ യുദ്ധം നടക്കുന്നത്? ഈജിപ്തിലൊരു യുദ്ധം നടക്കണില്ല. ഈജിപ്ത് ഇപ്പോൾ അപ്പുറത്ത് യുദ്ധം നടക്കണം, അതിൻ്റെ ചർച്ചകളാണ് ഈജിപ്ത് നടക്കുന്നത്. ഖത്തറത്തെ അമീറും US-ന്റെ ഈജിപ്തിൽ നിന്നിട്ടാണ് ഇത് പ്രശ്നപരിഹാര ചർച്ചകൾ നടത്തുന്നത്. അതെങ്ങനെ യുദ്ധമായിട്ട് മാറുക? അപ്പം അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈജിപ്തിൽ ലിറ്ററലി ഒരു യുദ്ധമില്ല. ഉണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി അനൗൺസ് ചെയ്യൂലേ യുദ്ധം നടക്കുന്നുണ്ട്, കുട്ടികൾ വരണ്ടെന്ന് അറിയൂലേ? ഇന്ത്യൻ്റെ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കൂലേ യുദ്ധം നടക്കുമ്പോൾ? ആരെയും അവിടെ വിടൂലല്ലോ. അപ്പം അതൊക്കെ ലോജിക്കില്ലാത്ത ഏതെങ്കിലും അങ്ങനത്തെ ആൾക്കാർ വെറുതെ അവർക്ക് ഒന്നും പറയാനില്ല ഈജിപ്തിനെ കുറിച്ച് എന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യമാണ് ആ കാര്യം. അപ്പം അതിൽ വലിയ കാര്യമാക്കണ്ട. പിന്നെ വിസ പ്രൊസീജിയേഴ്സ് എല്ലാവരും ചോദിക്കണം ഡിഫിക്കൽട്ടാണോ? അത് സ്റ്റുഡൻസിൻ്റെ വിസ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും. പിന്നെ പാരൻസ് എന്ന് പറഞ്ഞാൽ GCC കൺട്രീസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമൊന്നുമില്ല. നാട്ടിലാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ അവർക്ക് മക്കളെ കാണാൻ പോകണമെങ്കിലും ഒക്കെ ഭയങ്കര ഈസിയാണ്. അങ്ങനെ ഓവർ വിസ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അങ്ങനെ ഇതാക്കുന്ന ഒരു കൺട്രി ഒന്നുമല്ല ഈജിപ്ത്. ഇന്ത്യക്കാരെ വെൽക്കം ചെയ്യണ നല്ല കൺട്രിയാണ്. അതായത് ഇന്ത്യയുമായിട്ട് അത്യാവശ്യം ബന്ധം നിലനിർത്തുന്ന കൺട്രി തന്നെയാണ് ഈജിപ്ത്. ഓൾറെഡി നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം കാലം വിസിറ്റ് ചെയ്തു. നമ്മളെ മലയാളി സ്റ്റുഡൻസ് അടക്കമുള്ള ടീം മുഴുവൻ ഇന്ത്യൻ എംബസിയിൽ പോയ മൂപ്പരെ പ്രസംഗത്തിൽ അവിടെ സമയത്ത് വേദിയിലിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഈജിപ്തും ഇന്ത്യയും തമ്മിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളെ ഡിപ്ലോമാറ്റിക്കലിയും പ്രശ്നമില്ല. ഇനി അവിടെ യുദ്ധമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും വളരെ മണ്ടത്തരമായ ഒരു ചോദ്യമാണ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു വിഷയമില്ല ഈജിപ്തിൽ. ഇനിയിപ്പോൾ ഈജിപ്തിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അറിയണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അവർക്ക്, എന്തെങ്കിലും അറിയാത്ത വിഷയങ്ങൾ. പിന്നെ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. നമ്മൾ വളരെ കുറച്ച് സമയത്ത് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് അഡീഷണലി ഞാൻ അതിൽ ഒന്നുകൂടെ ആഡ് ചെയ്യണം. എനിക്ക് ചില ആൾക്കാർ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡെൻറ്റിസ്ട്രി പോസിബിൾ ആണോ എന്നുള്ള ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രീവിയസ് വീഡിയോക്ക്. പിന്നെ PG പോസിബിൾ ആണോ എന്നുള്ള രീതിയിൽ കമൻറ്റ് വന്നിരുന്നു. വെറ്റിനറിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അഡീഷണലി പറയണം കേട്ടോ. ഒരു കമൻറ്റ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിനൊരു വേറെ വീഡിയോ ചെയ്യാൻ നിൽക്കണ്ട. ഡെൻറ്റിസ്ട്രി അവിടെ ഉണ്ട്, പക്ഷെ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ PG ഞാൻ പറഞ്ഞു, PG ഓൾറെഡി ഇന്ത്യൻസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ട് പ്രൊസീജിയർ, 1 ഇയർ പ്രോസസ്സ് ഉണ്ട്. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് MBBS എവിടെ പഠിച്ചത് ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അറ്റസ്റ്റേഷൻ ചെയ്യണം. അപ്പോൾ ഇന്ത്യയിലാണ് പഠിച്ചതെങ്കിൽ ഇന്ത്യൻ്റെ
അപ്പോസ്റ്റൽ കഴിഞ്ഞ് ഇന്ത്യൻ എംബസിൻ്റെ അറ്റസ്റ്റേഷനും കഴിഞ്ഞ് ഈജിപ്ത് എംബസിൻ്റെ അറ്റസ്റ്റേഷനും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ട്രാൻസ്ലേഷൻ കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഇക്വലൻസിക്ക് കൊടുക്കും. അതായത് ഈജിപ്ഷ്യൻ മെഡിക്കൽ സിൻഡിക്കേറ്റിൽ ഇക്വലൻസിക്ക് കൊടുത്തിട്ട് അവിടുത്തെ MBBSലെ സബ്ജക്റ്റുകളും നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകളും തമ്മിൽ ഈക്വൽ ആണോ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അഡീഷണൽ എടുത്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PGക്ക് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് PGൻ്റെ പ്രൊസീജിയർ. ഡെൻറ്റിസ്ട്രി ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മിനിസ്ട്രിയിൽ സംസാരിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ വന്നത് വെറ്റിനറിയാണ്. വെറ്റിനറി നമ്മൾ അന്വേഷിച്ചിട്ട് പറഞ്ഞത് ഇപ്പോൾ കറൻ്റ്ലി നമുക്കിതിനെപ്പറ്റി എൻക്വയറി ഇല്ലാത്തതുകൊണ്ട് നമ്മളടുത്താരും ചോദിക്കാതെ നമ്മൾ നമ്മൾക്കൊരു റിക്വയർമെൻറ്റ് വരുമ്പോഴേ നമ്മൾ നോക്കുള്ളൂ. നമുക്ക് അങ്ങനെ ആരും റിക്വയർമെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് ഈജിപ്തിൻ്റെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഈജിപ്തിൽ MBBS പഠിക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ക്ലൈമറ്റും ട്രാവലിങ്ങും പറഞ്ഞില്ല. പറയാനുണ്ട്, സോറി. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി നന്നായി. ക്ലൈമറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി 5 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് ക്ലൈമറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പോയ സമയത്തൊന്നും വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അത്യാവശ്യം ചൂടുള്ള സമയമായിരിക്കും. ഇനി ചൂടിലേക്ക് പോകണം. അപ്പോൾ ഇതിൽ നമ്മളെ കുട്ടികൾ നാട്ടിലേക്ക് വെക്കേഷന് വരും. അടുത്ത മാസത്തോടുകൂടി ഒരു വെക്കേഷന് വരും. പിന്നെ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അധികം ഗൾഫിൽ നിന്ന് കുട്ടികളുണ്ട്. പിന്നെ നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ 15,000 മുതൽ 25,000 റുപ്യ ആണെങ്കിൽ ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, പിന്നെ ഫ്ലൈനാസ്, സൗദി എയർലൈൻസ്, ഖത്തർ എയർലൈൻസ്, ഇതൊക്കെ ഈ എയർലൈൻസുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്നും ഈജിപ്ത് എയർ ഉണ്ട്. ഇത്രയും എയർലൈൻസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15,000 to 25,000 അടുത്താണ് വരുന്നത്. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു 5 ഡിഗ്രി to 45 ഡിഗ്രീൻ്റെ ഇടയിൽ ആണ് അവിടെ പൊതുവേ ഉള്ളത്. പിന്നെ നമ്മൾ പോയി നോക്കിയെടുത്താൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലല്ലോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, നല്ല രസമുള്ളൊരു, അതായത് നല്ലൊരു ആംബിയൻസ് ആണ്. അതെ, അത് സത്യം പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈജിപ്ത് ഇപ്പോൾ നമുക്ക് വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് അവിടുത്തെ ആൾക്കാരും ഭക്ഷണവും കൾച്ചറും ആ ഒരു ആംബിയൻസും ഒക്കെ നോക്കുമ്പോൾ ഈജിപ്തിക്ക് നമുക്ക് വീണ്ടും അതെ എന്തോ ഒരു സെക്കൻഡ് ഹോം ഫീലിംഗ് ആണ്. നമ്മളെ കുട്ടികൾ ഇന്നാൾ വന്നപ്പോഴും അത് പറഞ്ഞു, നമുക്ക് ഇവിടെ വന്നപ്പോൾ പൊടി അലർജിയൊക്കെയാണ് ഡോക്ടറെ, കൊതുകും പൊടിയും അലർജിയൊക്കെയാണ്, നമുക്കിപ്പോൾ അവിടെയാണ് ഇഷ്ടം എന്നുള്ള ആ രീതിയിൽ കുട്ടികളും പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഉള്ളൊരു ഫീൽ ആയിരിക്കും. Daughter Expert EduLinks. Be a doctor by doctors.